ഹലോ, ഞാൻ പി സി ശശികുമാർ. എല്ലാവർക്കും സിനിമ കമ്പം ചാനലിലേക്ക് സ്വാഗതം. സിനിമ പൊതുവെ മെയിൻ സ്ട്രീം സിനിമ അതിന്റെ കഥ നായകനും വില്ലനും തമ്മിലുള്ള സംഘർഷങ്ങളിലൂടെയാണ് വികസിക്കുന്നത്. നായകൻ നന്മയുടെയും വില്ലൻ തിന്മയുടെയും പ്രതിരൂപമായിട്ടാണ് സിനിമകളിലെല്ലാം തന്നെ ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. പണ്ട് മുതൽക്കേ മലയാള സിനിമയിലും അത് തന്നെയാണ് തുടർന്നു വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമയിലെ നായകന്മാർക്കെല്ലാം തന്നെ നന്മയുടെ ഒരു പ്രതിരൂപം പ്രേക്ഷകർ അവരിലേക്ക് ആരോപിക്കാറുണ്ട്. സിനിമയിലെ നായക കഥാപാത്രങ്ങൾക്ക് ലഭിക്കുന്ന ആ നന്മയുടെ പ്രതിരൂപം അത് അഭിനയിക്കുന്ന നടന്മാരിലേക്കും പലപ്പോഴും ആരോപിക്കപ്പെടാറുമുണ്ട്. എന്നാൽ നമ്മുടെ സിനിമയിലെ നായകന്മാർ, സോക്കോൾഡ് സൂപ്പർ സ്റ്റാറുകൾ, അവരുടെ ഫിലിമോഗ്രാഫി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ചില സിനിമകളിലെങ്കിലും തന്നെ നെഗറ്റീവ് വേഷങ്ങളോ അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സിനിമയിലെ നായകന്മാർ ചെയ്ത വില്ലൻ വേഷങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് സിനിമാ കമ്പം ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നത് അന്ന് അങ്ങനെ വിളിക്കാറില്ലെങ്കിൽ പോലും അത് നമ്മുടെ പ്രിയപ്പെട്ട സത്യനാണ്. അദ്ദേഹം ഒരുപാട് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു വില്ലൻ കഥാപാത്രം അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അഭിനയിച്ച ഒരു പെണ്ണിന്റെ കഥ എന്ന KS സേതുമാധവന്റെ ചിത്രത്തിലാണ്. അക്കാലത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ട് പോലും സത്യൻ അങ്ങനെ ഒരു നെഗറ്റീവ് കഥാപാത്രം, അതിലെ നായികയെ വഞ്ചിച്ച ഒരു കഥാപാത്രത്തെ അഭിനയിക്കുകയും ആ ചിത്രത്തെ ജനങ്ങൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് മലയാള സിനിമയിലെ ആ കാലഘട്ടത്തിലുള്ള നായകൻ ശ്രീ പ്രേംനസീറാണ്. നമുക്കറിയാം, ഒരിക്കലും തന്നെ പ്രേംനസീറിന് ഒരു വില്ലന്റെ മുഖമില്ല. അതുകൊണ്ട് തന്നെ ഒരു വില്ലൻ കഥാപാത്രം അദ്ദേഹത്തിന് തീരെ യോജിക്കുകയുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഏതാനും ചില ചിത്രങ്ങളിൽ നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട MTയുടെ തിരക്കഥയിൽ A. വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടം എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ നായക കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രമാണ്. ഒരു മരമില്ലുകാരനായ അച്ഛനെ വളരെ ധിക്കാരിയും ധാരാളിയുമായ രവി എന്ന കഥാപാത്രത്തെയാണ് പ്രേംനസീർ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. ആ കഥാപാത്രത്തിൽ ഒരു മുഴുനീള നെഗറ്റീവ് ഷെയ്ഡാണ് MT അതിനെ കൊടുത്തിരിക്കുന്നത്. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലും അദ്ദേഹത്തിന്റെ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. ആ സിനിമയിൽ അദ്ദേഹം കാമുകിയെ വഞ്ചിക്കുന്ന ഒരു ഗായകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. മുട്ടത്ത് വർക്കിയുടെ നോവലായ KS സേതുമാധവൻ സംവിധാനം ചെയ്ത അഴകുള്ള സെലീന എന്ന സിനിമയിലും അദ്ദേഹം വില്ലനായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ സിനിമയിലെ നായകൻ വിൻസെന്റ് ആണ്. ഒരുപക്ഷെ അദ്ദേഹം നായകനല്ലാത്ത വില്ലനായിട്ട് മാത്രം അഭിനയിച്ച ഏക സിനിമയും അഴകുള്ള സെലീന ആയിരിക്കും. പിന്നെ നമുക്കറിയാം, ഈ രംഗത്തേക്ക് കടന്നു വന്ന ശ്രീ ജയൻ. അദ്ദേഹത്തിന്റെ തുടക്കകാലം അദ്ദേഹം ചെറുതും വലുതുമായ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹരിഹരന്റെ പഞ്ചമി തുടങ്ങിയ സിനിമകളിൽ അതിന് ഉദാഹരണമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ ആയ ശരവഞ്ചനം എന്ന സിനിമയിൽ അദ്ദേഹം പ്രതിനായകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. കുതിരക്കാരനായുള്ള അദ്ദേഹത്തിന്റെ ആ സിനിമയിലെ പ്രതിനായക വേഷത്തിന് ശേഷം അദ്ദേഹത്തിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ സ്റ്റാറായി മലയാള സിനിമയിൽ ജ്വലിച്ചു വരികയും അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് പെട്ടെന്ന് തന്നെ അണഞ്ഞു പോവുകയും ചെയ്തു. സോമനും ജയനും ഒക്കെ ആ കാലഘട്ടത്തിലെ നായകന്മാരാണ്. സോമനും തുടക്കകാലത്തൊക്കെ കുറെ സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം നായകനായിട്ട് മാറിയത്. പിക്നിക്, മുറ്റത്തെ മുല്ല, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ തുടങ്ങിയ സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹം വില്ലനായിട്ടാണ് അഭിനയിച്ചത്. എന്നാൽ അക്കാലത്തെ പ്രശസ്ത നടനായ സുകുമാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികം വില്ലൻ വേഷങ്ങളൊന്നും അഭിനയിച്ചായി കാണുന്നില്ല. പിന്നെ ഇവരെ തുടർന്നാണ് 1980 മോഹൻലാൽ, മമ്മൂട്ടി ഇവർ സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അധികം വില്ലൻ വേഷങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ നവോദയയുടെ പടയോട്ടം എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ കമ്മാരൻ എന്ന കഥാപാത്രം ഒരു മുഴുനീള വില്ലനായിരുന്നു. അതിനുശേഷം അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ നായകനായിട്ട് ഉയർത്തപ്പെട്ടു. പിന്നീട് അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡുള്ള ചില കഥാപാത്രങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന സിനിമയിലെ ഭാസ്കര പട്ടേൽ എന്ന കഥാപാത്രമാണ്. അദ്ദേഹം അഭിനയിച്ച പാലേരി മാണിക്യം എന്ന സിനിമയിലെ അഹമ്മദ് ഹാജിയും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. ഇങ്ങനെയുള്ള ഏതാനും ചിത്രങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് ഇങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ള സിനിമകൾ ചെയ്തു വന്നിട്ടുള്ളൂ. എന്നാൽ മമ്മൂട്ടിയോടൊപ്പം സിനിമയിലെത്തിയ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി അങ്ങനെയായിരുന്നില്ല.
അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തന്നെ അദ്ദേഹം തികച്ചും ക്രൂരനായ ഒരു വുമണൈസറായ വില്ലനായിട്ടാണ് വന്നത്. പിന്നീട് 2-3 വർഷത്തോളം തുടർച്ചയായി അദ്ദേഹം മലയാളത്തിലെ വില്ലൻ കഥാപാത്രങ്ങളെ അഭിനയിക്കുന്ന ഒരു മുഖ്യ അഭിനേതാവായി മാറുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പതുക്കെ ഉപനായകനായും നായകനായും ഒക്കെ മാറിയത്. MTയുടെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത ഉയരങ്ങളിൽ എന്ന സിനിമയിൽ അദ്ദേഹം ഒരു പ്രതിനായകനാണ്. തന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ക്രൂരനായ ഒരു കഥാപാത്രമായാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. പിന്നീട് നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങളോ വില്ലനോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. 80കളിൽ നായകനായി മമ്മൂട്ടിയോടൊപ്പം സിനിമയിലെത്തിയ രതീഷും കുറച്ചു കഴിഞ്ഞപ്പോൾ സഹനടനായും ഉപനായകനൊക്കെ മാറി. പിന്നീട് അദ്ദേഹം ഏതാനും ചില സിനിമകളിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കമ്മീഷണർ തുടങ്ങിയ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ വില്ലനായുള്ള പ്രകടനം വളരെ മികച്ചതായിരുന്നു. നമ്മുടെ സുരേഷ് ഗോപിയുടെയും തുടക്കം വില്ലനായിട്ട് തന്നെയാണ്. ജനുവരി ഒരു ഓർമ്മ, നാടോടി, 20-ാം നൂറ്റാണ്ട് തുടങ്ങിയ സിനിമകളിൽ വളരെ ശക്തമായ വില്ലൻ കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പുതുതലമുറയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച നായക നടന്മാരിൽ മുന്നിൽ നിൽക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ 2ാം വരവില് 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡുള്ള പ്രതിനായക സ്വഭാവമുള്ള കഥാപാത്രമാണ്. ജോജിയിലെയും കുമ്പളങ്ങി നൈറ്റ്സിലെയും അദ്ദേഹത്തിന്റെ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. മാത്രമല്ല അദ്ദേഹം മറ്റ് ഭാഷകളിലും തെലുങ്കിലെ പുഷ്പയിലും തമിഴിലെ മാമണ്ണിലെല്ലാം തന്നെ അതിലെ അതിക്രൂരനായ വില്ലനായിട്ടാണ് അദ്ദേഹം അതിൽ അഭിനയിക്കുന്നത്. ഇന്ന് വില്ലൻ സങ്കല്പങ്ങളിലും നായക സങ്കല്പങ്ങളിലെല്ലാം തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ജനപ്രിയ സിനിമയുടെ പ്രമേയ അവതരണ രീതിയിൽ വില്ലനും നായകനുമായി വേർതിരിച്ചുള്ള കഥാരീതിയുടെ ആ ഫോർമുല സ്വീകരിച്ചുകൊണ്ട് ഇന്നും ധാരാളം സിനിമകൾ ഇറങ്ങുകയും വൻ വിജയങ്ങൾ കൊയ്യാറുമുണ്ട്. മലയാള സിനിമയിലെ വില്ലന്മാരുടെ കഥ തൽക്കാലം ഇവിടെ നിൽക്കുന്നു. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമസ്കാരം.